മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. ഐ തിങ്ക് ഓൾ ഓഫ് യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. കാരണം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജ് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ PGക്കും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ മോട്ടിവേഷന് ഒരു 5 ലെവൽ പിരമിഡ് പോലെയാണെന്നാണ്. സോ ഈ പിരമിഡിലെ ഏറ്റവും അടിയത്തെ നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്, അങ്ങനെ പറഞ്ഞാൽ ബേസിക് നീഡ്, ഫുഡ്, വാട്ടർ, വായു, വിശ്രമം, ഇതാണ് ഒരു മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട നീഡ്സ് എന്നുള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നീഡാണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഒരു ജോലിയിലൊരു സെക്യൂരിറ്റി, ജോബ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു വീട് വേണം എന്നുള്ളത്, ലൈഫിൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് സ്റ്റേബിളായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ഈ ഒരു നീഡിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ലവ് ഓർ ബിലോങ്ങിങ്നെസ് നീഡ്. ലൈഫിലൊരു കമ്പാനിയൻ, ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, സോഷ്യൽ കണക്ഷൻസ് ഒക്കെ വേണം എന്നുള്ളതാണ് ഈ ഒരു നീഡിൽ ഹ്യൂമൻ ആഗ്രഹിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് സെൽഫ് എസ്റ്റീം നീഡ്. റെക്കഗ്നിഷൻ, അപ്രിസിയേഷൻ, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്റ്റ്, കോൺഫിഡൻസ്. ലൈഫിൽ എന്താ പറയുക, ജോബിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലും ഈ ഒരു എസ്റ്റീം നീഡാണ് പിന്നെ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ ഈ പിരമിഡിൽ വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അങ്ങനെ പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു വ്യക്തിക്ക് എന്താണോ ആവാൻ പറ്റുന്നത് അതായിത്തീരുക. അത് ജോബിലാണെങ്കിലും എന്താണെങ്കിലും അവരുടെ പൊട്ടൻഷ്യലും ഗ്രോത്തിൻ്റെ ഒക്കെ മാക്സിമം എത്തുന്നതിന് ഒരു ഇതിനാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സോ ഈ തിയറി പറയുന്നത് ഈ ഒരു ഹ്യൂമൻ മോട്ടിവേഷൻ ഈ ഒരു ഫ്ലോയിലായിരിക്കും പോവുക. ബേസിക് നീഡ്സുകൾ അച്ചീവ് ചെയ്താൽ മാത്രമേ ഹയർ ലെവൽ നീഡ് ആ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിൽ കുറച്ചുകൂടെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു സൈക്കോളജിക്കൽ ഒരു തിയറി ആയിട്ട് ഇത് തോന്നിയിട്ടുണ്ട്.